അടിപൊളിയായിട്ടുള്ള ഒരു ബട്ടർ മഷ്റൂം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക. അപ്പോൾ അതിനായിട്ട് ആദ്യം ചോറൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ബസ്മതി റൈസ് ആണ്, ഫോർച്യൂണിൻ്റെ. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബസ്മതി റൈസ് ആണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ. അപ്പോഴേക്കും ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഫാനിൻ്റെ അടിയിലോട്ട് വെക്കുന്നുണ്ട് തണുക്കാനായിട്ട്. അത് കഴിഞ്ഞ് പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കരിവേപ്പില, അത് കഴിഞ്ഞ് പച്ചമുളക്, ഇത്രയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളിയുടെ കളറൊന്ന് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പൊടികൾ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത് എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് മഷ്റൂം ചേർത്ത് കൊടുക്കുകയാണ്, പിന്നെ മല്ലിയിലയും അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മഷ്റൂം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി, ഉപ്പ്, ഒരു ചെറിയ കഷ്ണം ബട്ടർ, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ മഷ്റൂം ഫ്രൈഡ് റൈസ് റെഡി. ഫുൾ വീഡിയോ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കണേ. ടാറ്റാ.